തുടങ്ങിയത് അമൃത ടി വിന്നാണ്. ആ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് കേട്ടാ കൊള്ളാന്ന് എനിക്കിപ്പോ തോന്നുന്നു. അല്ല, എഞ്ചിനീയറിംഗ് ഒക്കെ തീർത്തിട്ട് ഞാൻ ഉദയസമുദ്ര എന്ന് പറഞ്ഞ റിസോർട്ടിൽ ഇങ്ങനെ അവിടുത്തെ വോക്കലിസ്റ്റായിട്ട്, അവിടുത്തെ ബാൻഡിൻ്റെ വോക്കലിസ്റ്റായിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അമൃതയുടെ ഈ ഒരു ഷോയുടെ ഓഡിഷൻ വരുന്നത്. അപ്പം ഇങ്ങനെ നമുക്ക് ഇങ്ങനെ പോയി പെട്ടെന്ന് വരാം തിരിച്ച് അങ്ങനെയുള്ള മുന്നോട്ടൊന്നും പോവില്ല അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ്. പ്രത്യേകിച്ച് കോമ്പറ്റീഷനിലൊക്കെ ഞാൻ അങ്ങനെ പണ്ടും അങ്ങനെ ഒരു വിന്നറോ ചെയ്തിട്ടുണ്ട്, അതിന്റെ അവസരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ആ ലെവൽ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു സ്കൂളിലെ. അന്നേ യൂസ് ടു ആണ്, തോൽവി നമുക്കൊരു ബുദ്ധരിയല്ല എന്നുള്ളത്. അപ്പോൾ പക്ഷേ എനിക്ക് ഐ വാസ് വെരി ക്യൂരിയസ്, ഇവരെ കാണാമല്ലോ. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള അന്ന് ഇപ്പോൾ ബാലചേട്ടനായാലും ദീപക് സാർ, അൽഫോൺസ് സാറിനൊക്കെ അന്ന് ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള പുതിയ അങ്ങനെയല്ല, ഒരു വ്യത്യസ്തത കൊണ്ടുവന്ന ആൾക്കാരാണ്. അപ്പോൾ ഓരോ മേഖലയിൽ ഇവരെ മീറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ എന്തായാലും ഒന്ന് പോവാൻ, ചുമ്മാ പോയിട്ട് 2 പാട്ടൊക്കെ പാടിയിട്ട് പോരാ എന്നുള്ള രീതിയിൽ പോയതാണ്. പിന്നെ ദൈവം സഹായിച്ചിട്ട് അങ്ങനെ അടുത്ത ഇതിൽ പോയി കയറി. പിന്നെ 6 മാസം അങ്ങനെ അതിൻ്റെ അകത്ത് നിറഞ്ഞ് പോകാൻ പറ്റി. ഞാൻ എപ്പോ വേണേ ഔട്ടാവും എന്നുള്ളതിലാണ് നമ്മുടെ ഒരു ചമ്മലും. ഞാൻ ഭയങ്കര ഷൈയും ഒക്കെയാണ്. അതെ, ഈവൻ സ്റ്റേജിൽ പെർഫോം ചെയ്ത് തുടങ്ങിയാൽ ഇറ്റ്സ് ലൈക്ക് ബൈ ഗോഡ്സ് ഗ്രേസ്, വേറെ എന്തോ ഒരു വൈബാണ്. പക്ഷെ അതുവരെ ഞാനിങ്ങനെ പേടിച്ചും ഭയങ്കര ആങ്സൈറ്റിയും ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പൊ ഈ കോമ്പറ്റീഷന് പോകുന്നത് തന്നെ അങ്ങനെയാണ്. എന്തായാലും പോരാ, കുഴപ്പമില്ല, പോവാം എന്ന് പറഞ്ഞിട്ടൊരു CD ഒക്കെ കൊടുത്തിട്ട്. അപ്പോൾ ബാലചേട്ടൻ ഇപ്പോഴും പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്, എന്ത് ചെയ്യുന്നു, നമ്മളിങ്ങനെ ഒരു റിസോർട്ടിൽ ഇങ്ങനെ ബാൻഡിൻ്റെ കൂടെ പാടുന്നു. അപ്പം പുള്ളി പറഞ്ഞു, ഇനിയിപ്പോൾ അതൊക്കെ വിട്ടോ, ഞങ്ങളുടെ കൂടെ പോരെ ഫസ്റ്റ്. അപ്പോൾ അങ്ങനെയാണ് തുടങ്ങുന്നത്. പിന്നെ അമൃത TV ആ പ്രോഗ്രാമാണ് ഓഫ് കോഴ്സ് മൈൽ സ്റ്റോൺ ആയിട്ട് മാറി. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് തന്നെയാണ്. റെക്കഗ്നേഷൻ എന്ന് പറയുന്നത് എല്ലാ കലാകാരനും ആഗ്രഹിക്കുന്നതാണ്. അത് പെട്ടെന്ന് കൊണ്ടുവരുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ടത് മാറി. ആൻഡ് അതിൽ നിന്ന് തന്നെയാണ് പിന്നെ ഉള്ളതൊക്കെ തുടങ്ങിയത്. പിന്നെ നമ്മുടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്ട്രീം ആയാലും പരിചയങ്ങൾ, ഇപ്പോൾ സ്റ്റീഫൻ ചേട്ടനുമായിട്ടും പിന്നെ ഒത്തിരി കലാകാരന്മാരെ പരിചയപ്പെടാനുള്ള അവസരവും, അതൊക്കെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അതിലെ ഏറ്റവും വലിയ മുതൽക്കൂട്ടായിട്ട് കാണുന്നത്.